ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈസി ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റർ എച്ച് വരുന്ന 10 വാക്കുകളാണ്. അതിൻ്റെ കേഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈലും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും 4 ലൈൻ കോപ്പിയിൽ കടലാസ് പെൻസിൽ ഉപയോഗിച്ച് എഴുതി സ്പെല്ലിംഗ് കാണാതെ പഠിക്കുമല്ലോ. 8ാമത്തെ ലെറ്ററായ എച്ച് ഉച്ചരിക്കുന്നത് ഹ് അല്ലെങ്കിൽ ഹ എന്ന മലയാള അക്ഷരത്തിൽ ആണ്. hat, house, head, hair, hand, help, hot, hurt, half, hill. ഈ 10 വാക്കുകളാണ് ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. HAT ഹാറ്റ് എന്ന് വെച്ചാൽ തൊപ്പി. HOUSE ഹൗസ് വീട്. HEAD ഹെഡ് തല. HAIR ഹെയർ മുടി. HAND ഹാൻഡ് കൈ. HELP ഹെൽപ്പ് സഹായം. HOT ഹോട്ട് ചൂട്. HEART ഹേർട്ട് ഹൃദയം. HALF ഹാഫ് പകുതി. HILL ഹിൽ കുന്ന്. അപ്പോൾ ഈ വാക്കുകളാണ് നമുക്ക് എഴുതി പഠിക്കേണ്ടത്. ആദ്യത്തെ വേർഡ് ഹാറ്റാണ്. HAT ഹാറ്റ്. ഇതിൻ്റെ കേഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈൽ ക്യാപിറ്റൽ ലെറ്ററിൽ HAT ഹാറ്റ്. നെക്സ്റ്റ് വേർഡ് ഹൗസ് ആണ്. നമ്മുടെ വീട്. HOUSE ഹൗസ്. ഇതിൻ്റെ കേഴ്സീവ് സ്റ്റൈൽ HOUSE ഹൗസ്. നെക്സ്റ്റ് വേർഡ് ഹെഡാണ്. നമ്മുടെ തല. HEAD ഹെഡ്. അതിൻ്റെ കേഴ്സീവ് സ്റ്റൈലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. HEAD ഹെഡ്. നെക്സ്റ്റ് വേർഡ് ഹെയർ ആണ്. നമ്മുടെ മുടി. HAIR ഹെയർ തലമുടി. കേഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈൽ HAIR ഹെയർ തലമുടി. നെക്സ്റ്റ് വേർഡ് ഹാൻഡ് നമ്മുടെ കൈയാണ്. HAND ഹാൻഡ്. കേഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈൽ HAND ഹാൻഡ്. നെക്സ്റ്റ് വേർഡ് ഹെൽപ്പ്. HELP ഹെൽപ്പ് സഹായം. HELP ഹെൽപ്പ്. നെക്സ്റ്റ് വേർഡ് ഹോട്ട്. ഹോട്ട് HOT ഹോട്ട് ചൂടുള്ള എന്നാണ് അർത്ഥം വരുന്നത്. ഹോട്ട്. ചില സമയത്ത് ഈ ഒരു വാക്കിന് എരിവ് എന്നുകൂടി അർത്ഥമുണ്ട്. ചില്ലി ടേസ്റ്റ് ഹോട്ട് എന്ന് പറയില്ലേ, മുളകിന് എരിവുണ്ടെന്ന് പറയില്ലേ, അപ്പോൾ ഹോട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വേർഡ് ഹേർട്ട് നമ്മുടെ ഹൃദയം. HEART ഹേർട്ട് ഹൃദയം.
cursive writing style of hurt. H-E-A-R-T, hurt. ഇത് E ആണ്. H-E-A-R-T, hurt. Next word half. H-A-L-F, half, പകുതി. H-A-L-F, half. ഇവിടെ ഒരു ലൈൻ കൂടെ ഉണ്ടാവും, 4 വരി. അവിടേക്ക് വരണം എഫിൻ്റെ വാല്. ഹാഫ് എന്ന് വെച്ചാൽ പകുതി. നെക്സ്റ്റ് വേർഡ് ഹിൽ. H-I-L-L, ഡബിൾ എൽ, 2 എല്ലുകളാണ്. ഹിൽ എന്ന് പറഞ്ഞാൽ കുന്ന്. H-I-L-L, ഹിൽ. നമ്മളിപ്പോൾ 10 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സ്പെല്ലിംഗ് എല്ലാം കാണാതെ പഠിക്കണേ. അതേപോലെ 4 ലൈനിൽ കടലാസ് പെൻസിൽ ഉപയോഗിച്ച് തന്നെ എഴുതുകയും വേണം. ഹാഫ് എന്നത് ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. എഫ് ഇങ്ങനെ 4ാമത്തെ ലൈനിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്ററുമായി വരുന്നതാണ്.